ഒമാൻ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖും തമ്മിലുള്ള ചർച്ചകൾക്ക് പിന്നാലെ ചരിത്രപരമായ സാമ്പത്തിക കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഈ കരാർ പ്രകാരം രാസവസ്തുക്കൾ, ഇരുമ്പ്, ഉരുക്ക്, ടെക്സ്റ്റൈൽസ്, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള 77% ഒമാൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലേക്ക് നികുതിരഹിത പ്രവേശനം ലഭിക്കും. IT, കൃഷി, ഊർജ്ജം എന്നീ മേഖലകളിൽ വലിയ കുതിപ്പിന് ഇത് വഴിയൊരുക്കും. ഒമാനിലെ IT, ആരോഗ്യ മേഖലകളിൽ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ കരാർ വഴിയൊരുക്കും. UAEയും സൗദി അറേബ്യയും പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകുന്നതിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സംഘടിത ഭിക്ഷാടനം, കുറ്റകൃത്യങ്ങൾ എന്നിവ വർദ്ധിക്കുന്നതാണ് പ്രധാന കാരണം. ഈ വർഷം മാത്രം ഏകദേശം 24,000 പാകിസ്ഥാൻ സ്വദേശികളെയാണ് സൗദി നാടുകടത്തിയത്. ഹജ്ജ്, ഉംറ വിസകൾ ദുരുപയോഗം ചെയ്ത് ഭിക്ഷാടനത്തിന് എത്തുന്നവരെ തടയാൻ പാകിസ്ഥാൻ വിമാനത്താവളങ്ങളിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ന്യൂനമർദ്ദത്തെ തുടർന്ന് UAEയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴ തുടരുന്നു. അസ്ഥിര കാലാവസ്ഥ കണക്കിലെടുത്ത് ദുബായിലെ സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിച്ചു. സ്വകാര്യ മേഖലയ്ക്കും സമാന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ദുബായിലെ പാർക്കുകളും ബീച്ചുകളും സഫാരി പാർക്കും താൽക്കാലികമായി അടച്ചു. ദുബായ് വിമാനത്താവളത്തിൽ ചില വിമാന സർവീസുകളെ ഇത് ബാധിച്ചിട്ടുണ്ട്. UAEയിൽ വെള്ളിയാഴ്ചത്തെ ജുമുഅ നമസ്കാര സമയം പരിഷ്കരിച്ചതിനെ തുടർന്ന് ദുബായിലെ സ്വകാര്യ സ്കൂളുകളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തി. വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും സൗകര്യപ്രദമായ രീതിയിൽ നേരത്തെ ക്ലാസുകൾ അവസാനിപ്പിക്കാനാണ് തീരുമാനം. 2026 ജനുവരി മുതൽ വെള്ളിയാഴ്ചകളിൽ സ്കൂൾ സമയം രാവിലെ 11:30 അവസാനിക്കും. ജുമുഅ നമസ്കാരം ഉച്ചയ്ക്ക് 1:15 പകരം 12:45 മാറ്റിയ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പള്ളിയിലെത്താൻ സൗകര്യപ്രദമായ ഈ തീരുമാനം എടുത്തത്. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ പുറത്തുവിട്ട 2025 ഡിജിറ്റൽ റെഗുലേറ്ററി മെച്ചോറിറ്റി ഇൻഡെക്സിൽ സൗദി അറേബ്യ ലോകത്ത് 2ാം സ്ഥാനം നേടി. 193 രാജ്യങ്ങളിൽ ജർമ്മനിക്ക് തൊട്ടു പിന്നാലെയാണ് സൗദിയുടെ സ്ഥാനം. രാജ്യത്തെ ഗവേണൻസ്, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ എന്നിവയിലെ വൻ കുതിപ്പാണ് ഈ നേട്ടത്തിന് ആധാരം. ഒമാനിൽ തണുപ്പ് വർദ്ധിക്കുന്നതായും ആദ്യ ശീതതരംഗം ഇന്നു മുതൽ അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മസ്കറ്റിൽ താപനില 17 ഡിഗ്രി സെൽഷ്യസിലേക്കും ജബൽ അക്തർ പോലുള്ള പർവ്വത മേഖലകളിൽ 2 ഡിഗ്രി സെൽഷ്യസിലേക്കും താഴാൻ സാധ്യതയുണ്ട്. മുസന്തം, വടക്കൻ ബാത്തിന എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. പരിസ്ഥിതി സൗഹൃദ ഗതാഗതം ലക്ഷ്യമിട്ട് മക്കയിൽ സമ്പൂർണ്ണ ഇലക്ട്രിക് ബസ് സർവീസുകൾക്ക് തുടക്കമായി. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം. ഒറ്റത്തവണ ചാർജ് ചെയ്താൽ 300 കിലോമീറ്റർ വരെ സഞ്ചരിക്കാവുന്ന ആധുനിക ബസ്സുകളാണിവ. തീർത്ഥാടകർക്കും താമസക്കാർക്കും കുറഞ്ഞ ചെലവിൽ മികച്ച യാത്രാ സൗകര്യം ഒരുക്കുന്നതിനൊപ്പം ഹറം പരിസരത്തെ തിരക്ക് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ഹജ്ജ്, ഉംറ തീർത്ഥാടകർക്കും താമസക്കാർക്കും ഇത് വലിയ ആശ്വാസമാകും. സാമ്പത്തിക ഉടമ്പടികളിലൂടെ ഇന്ത്യ ഗൾഫ് ബന്ധം ശക്തിപ്പെടുമ്പോൾ തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള വിസ ദുരുപയോഗം തടയാൻ ഗൾഫ് രാജ്യങ്ങൾ കർശന നടപടികൾ സ്വീകരിക്കുകയാണ്. കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ച് ജനജീവിതം സുരക്ഷിതമാക്കാനുള്ള നടപടികളും പുരോഗമിക്കുന്നു.